ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ. മക്കളെ, നമ്മുടെ +2 കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു സംഭവം മറന്നിട്ടില്ലെങ്കിൽ ആ ചാപ്റ്റർ പഠിക്കാനേ പറ്റില്ല. ഏതാണ് സംഭവം എന്നല്ലേ? ഇതാണ് ആ സംഭവം. നമ്മുടെ സ്വന്തം റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ചാപ്റ്ററിൽ റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് കൂടിയേ പറ്റൂ. ഓക്കെ, അപ്പൊ ആ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോഡിലൂടെ അങ്ങോട്ട് സെറ്റാക്കി തരാൻ പോവാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ലൊരു കമന്റ് തരിക, അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, റിയാക്ടിവിറ്റി കൂടിയ ആളുകളിൽ നിന്നും കുറഞ്ഞ ആളുകളിലേക്കുള്ള ഒരു സീരീസ്. അതാണ് എന്ത് റിയാക്ടിവിറ്റി സീരീസ്. റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള ആളാണ് പൊട്ടാസ്യം. പൊട്ടാസ്യം മറ്റുള്ളവരോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നാൽ സോഡിയം, കാൽസ്യം ഇങ്ങനെ അടിയിലേക്ക് പോരും തോറും എന്താണ്, റിയാക്ടിവിറ്റിന്റെ അളവ് കുറഞ്ഞ്, അതായത് റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള കഴിവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ എക്സ്ട്രോവേർട്ട് ആണ് പൊട്ടാസ്യം, ഏറ്റവും വലിയ ഇൻട്രോവേർട്ട് ആണ് എന്ത്, പ്ലാറ്റിനം, ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഒന്നും പഠിക്കണ്ട, ഇത്രയും സാധനങ്ങളുടെ ഓർഡർ എങ്കിലും നമുക്ക് എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. പറഞ്ഞാലോ? ഏതൊക്കെയാണ്? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയണ്, നിക്കല്, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇത്രയും ആളുകളെ നിങ്ങൾക്ക് ഓർഡറിൽ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കാൻ പറ്റൂ. ഓക്കെ, എന്ന് നോക്കല്ലേ, പഠിക്കല്ലേ. ആദ്യത്തെ 5 വെച്ച് 5 ആയിട്ടാണ് പഠിക്കുന്നത്. ഫസ്റ്റ് കോഡ് ശ്രദ്ധിച്ചോ. ലോജിക്ക് നോക്കരുത് കേട്ടോ. നമ്മളെ കോഡിൽ ലോജിക്ക് ഇല്ല, നോ ലോജിക്, ഓൺലി മാഡ്രസ് മാത്രമേ ഉള്ളൂ കേട്ടോ. മക്കളെ, സോഡയേക്കാൾ നല്ലത് മാഗി അത്രേ. കഥയിൽ ചോദ്യമില്ല, കോഡിൽ ചോദ്യമില്ല കേട്ടോ. സോഡയേക്കാൾ നല്ലത് മാഗിയാണ്. അപ്പൊ പറയാണ് പൊട്ടാ സോഡയേക്കാൾ മാഗി അല്ലേ നല്ലത് കേട്ടോ. എന്താണ്? സോഡയേക്കാൾ മാഗി അല്ലേ നല്ലത്. പൊട്ടാസ്യം, സോഡിയം അല്ലേ, പൊട്ടാസ്യം കെ, സോഡിയം Na, കാൽസ്യം Ca, മാഗി മഗ്നീഷ്യം അല്ലേ അലുമിനിയം. കിട്ടിയോ? സോഡയേക്കാൾ മാഗി അല്ലേ നല്ലത്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം. ഫസ്റ്റ് 5 സെറ്റായി. നെക്സ്റ്റ് അടുത്ത സെറ്റ്. മക്കളെ, ഞാൻ എന്ത് ചെയ്തു അറിയോ, കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് ശമ്പളം കൊണ്ട് വീട് വെച്ചു. ലോജിക്ക് നോക്കരുത്. പക്ഷെ വീടിന്റെ ഉള്ളില് ഇസ്തിരിപ്പെട്ടി വെക്കാൻ സ്ഥലമല്ല. എവിടെ ഇസ്തിരിപ്പെട്ടി വെക്കാൻ സ്ഥലമല്ല. അങ്ങനെ ഇസ്തിരിപ്പെട്ടി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എവിടെ കൊണ്ടുവച്ചറിയോ, ഇസ്തിരിപ്പെട്ടി സിങ്കില്, നമ്മുടെ പാത്രം വീണ സിങ്ക് ഉണ്ടല്ലോ, ആ സിങ്കിന്റെ മുകളിൽ കൊണ്ടുവച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, പിന്നെ സിങ്കിന്റെ മണ്ടയിലാണല്ലോ എന്ത് ഇസ്തിരിപ്പെട്ടി കൊണ്ടുവയ്ക്കുന്നത്, മാറ്റിവെക്ക്. അപ്പൊ ഒരു ടിന്നുണ്ടായിരുന്നു, ഒരു ലഡു ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു ടിന്നുണ്ടായിരുന്നു. ആ ടിന്നിട്ട് ലഡുവിന്റെ ഒപ്പം എന്ത് ചെയ്തു, കൊണ്ടുവച്ചു. അപ്പൊ എന്താ കോഡ്? സിങ്കിൽ അയൺ ബോക്സ് നിൽക്കാത്തത് കൊണ്ട് ടിന്നിൽ ലഡുവിന്റെ ഒപ്പം ഇട്ട് വെച്ചു. എന്താ പറഞ്ഞത്? സിങ്കിൽ അയൺ ബോക്സ് നിൽക്കാത്തത് കൊണ്ട് ടിന്നിൽ ലഡുവിന്റെ ഒപ്പം ഇട്ട് വെച്ചു. എങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും? സിങ്ക് അയൺ ബോക്സ് അയൺ Fe നിൽക്കാത്തത് കൊണ്ട് നിക്കൽ, ടിന്നിന്റെ ലഡുവിന്റെ ഒപ്പം ഇട്ട് വെച്ചു. ടിന്ന് ലെഡ്. സെറ്റ്, പക്കാ സെറ്റാണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, മെസ്സിനെ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. മെസ്സിനെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കുള്ള വേറെ കോഡ് എന്റെ കയ്യിലുണ്ട്. ശ്രദ്ധിച്ചോ. മെസ്സിനെ ഇഷ്ടപ്പെടുന്നവർ, അർജന്റീന ഫാൻസിനുള്ള കോഡാണ്. എഴുതി വെച്ചോ. ഹായ്, കോപ്പയിൽ മെസ്സി ഗോൾ അടിച്ചു. ഹേയ്, കോപ്പയിൽ മെസ്സി ഗോൾ അടിച്ചു. ഹേയ്, കോപ്പയിൽ മെസ്സി ഗോൾ അടിച്ചു. ഹേയ്, ഹൈഡ്രജൻ. കോപ്പയിൽ കോപ്പർ. മെസ്സിയിൽ മെർക്കുറി ഉണ്ട്, സിൽവർ ഉണ്ട്. മെർക്കുറി, സിൽവർ. ഗോൾ അടിച്ചു, ഗോൾഡ് കേട്ടോ. അപ്പൊ എന്താണ്? ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ലാസ്റ്റ് 5 സെറ്റായി. ഓക്കെ, അപ്പൊ അത് ഇനി മെസ്സിനെ ഇഷ്ടപ്പെടാത്തവർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹൈ, കോപ്പിലെ മെസ്സിന്റെ ഒരു ഗോള് എന്ന് ആലോചിച്ചാൽ മതി. ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ ഹേയ്, കോപ്പിലെ മെസ്സിന്റെ ഒരു ഗോള് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ റിയാക്ടിവിറ്റി സീരീസ് അങ്ങോട്ട് പക്കയാക്കിയിട്ടുണ്ട്. ഇതറിയാതെ ഒരിക്കലും ഇലക്ട്രോ കെമിസ്ട്രി തുടങ്ങാൻ നിൽക്കരുത്. കാരണം ഇതിന്റെ കുറെ റിയാക്ഷൻസ് ഒക്കെ വരുന്നത് ഈ ഒരു ഇതിന്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഇലക്ട്രോ കെമിസ്ട്രി നമ്മുടെ ഫ്യൂച്ചറിന്റെ കൂടെ ചേർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ വെറും 499 ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടല്ല, +1 ഫുൾ A+ അടിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നമ്മുടെ ഈ കോഴ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നതാണ്, അവർ പറഞ്ഞിരുന്നതാണ്. വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് ലക്ക്.